ഇസ്ലാമിലെ ഗർഭിണി. നോക്കൂ, നിങ്ങളൊരു സ്ത്രീയാണ്, ഒരിക്കലും ഇത് കേൾക്കാതെ പോകരുത്. ഇനി പുരുഷനാണെങ്കിൽ, നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ നിങ്ങൾ കേട്ടേ മതിയാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഗർഭിണിയായവർക്ക് ഇസ്ലാം കൊടുക്കുന്ന പരിഗണനയെക്കുറിച്ച് എത്ര പേർക്കറിയാം? ഞാൻ പറയും, നമുക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷെ പൂർണ്ണമായും അറിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇത് കേട്ടിട്ട് പോകണം. നോക്കൂ, ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ എല്ലാ മലക്കുകളും അവൾക്ക് വേണ്ടി പാപമോചനം ചെയ്തുകൊണ്ടേയിരിക്കും, പശ്ചാത്താപം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവേ, അവൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന പ്രാർത്ഥന എല്ലാ സമയത്തും ഒരു പെണ്ണ് ഗർഭിണിയാകുന്ന സമയത്തുണ്ടാകും മലക്കുകൾ. എന്താ നേട്ടമല്ലേ ഒരു ഗർഭിണിക്ക് കിട്ടുന്ന വലിയ നേട്ടത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. രണ്ടാമത്തെ ഒന്ന്, അള്ളാഹു ഓരോ ദിവസവും അവൾക്ക് വേണ്ടി 1000 നന്മകൾ എഴുതും. 1000 നന്മകൾ എഴുതും ഒരു ഗർഭിണിക്ക്. ഓരോ ദിവസവും 1000 തിന്മകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. 1000 നന്മകൾ എഴുതുന്നു, 1000 തിന്മകൾ മായ്ച്ചു കളയുന്നു ഓരോ ദിവസവും ഒരു ഗർഭിണിയായ പെണ്ണിന്. നോക്കൂ, ഗർഭിണിയായ പെണ്ണ് ഒരു രാജ്ഞിയെ പോലെയല്ലേ. മൂന്നാമത്തെ ഒന്ന്, സങ്കോചങ്ങളിൽ നിന്ന് അവൾക്ക് വേദനകൾ അനുഭവപ്പെടാൻ തുടങ്ങുമ്പോൾ, അവൾക്ക് ചെറിയ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ഗർഭകാലത്ത്, സ്വാഭാവികമാണ്. അങ്ങനെ വേദനകൾ അനുഭവപ്പെടാൻ തുടങ്ങുമ്പോൾ തൻ്റെ പാതയിൽ ആത്മീയമായോ ശാരീരികമായോ പോരാട്ടം നടത്തുന്ന ഒരാളായി അള്ളാഹു അവളെ രേഖകളിൽ എഴുതും. അവൾക്ക് വേദനകൾ അനുഭവപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന ഒരാളായി അള്ളാഹു അവളെ രേഖകളിൽ എഴുതപ്പെടുന്നു. അത്രയും വലിയ നേട്ടം അവൾക്ക് കിട്ടുന്നു. ഇനി നാലാമത്തെ ഒരു നേട്ടത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് വേദന അനുഭവിക്കുന്ന ഓരോ സിരകൾക്കും 70 വർഷത്തെ പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും പ്രതിഫലം ലഭിക്കും. നോക്കൂ, വേദന അനുഭവിക്കുന്ന ഓരോ സിരകളിലൂടെയും ഞരമ്പുകളിലൂടെയും ഒക്കെ വേദനകൾ ഉണ്ടാകും ആ പെണ്ണിന്. ആ സമയത്ത് 70 വർഷത്തെ പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും പ്രതിഫലം ലഭിക്കുമെന്ന് മാത്രമല്ല, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു അവൾക്ക് നൽകുന്നു. ഓരോ വേദനകൾക്കും. കഴിഞ്ഞോ? ഇല്ല, ഇനിയുമുണ്ട് ആ പെണ്ണിന് നേട്ടങ്ങൾ. അഞ്ചാമത്തെ ഒരു നേട്ടത്തെക്കുറിച്ചൊന്ന് പറയട്ടെ ഞാൻ. ഒരു സ്ത്രീ ഗർഭകാലം മുതൽ പ്രസവം വരെ ഇസ്ലാമിക ദേശത്തിൻ്റെ അതിർത്തികളിൽ, ഇസ്ലാമികമായ ഒരു രാജ്യത്തിൻ്റെ അതിർത്തികളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന, ആ ഇസ്ലാമികമായ രാജ്യത്തെ കാക്കുന്ന, ആ പാതയിൽ പോരാടുന്ന ഒരാളെ പോലെയാണ് അള്ളാഹു അവളെ പരിഗണിക്കുക. നോക്കൂ, ഇസ്ലാമികമായ ദേശത്തിന് കാവൽ നിൽക്കുന്ന ഒരാളെ പോലെ അള്ളാഹു ആ ഗർഭിണിയായ പെണ്ണിനെ പരിഗണിക്കും, പ്രതിഫലം നൽകും. ഇനിയുമുണ്ട് ആറാമത്തെ ഒന്ന്. ഈ കാലയളവിലെങ്ങാനും അവൾ മരിച്ചു പോയാൽ ഒരു ഷഹീദിൻ്റെ, രക്തസാക്ഷിയുടെ കൂലി അള്ളാഹു അവൾക്ക് നൽകും. അവളൊരു ഷഹീദാണ്. ഏഴാമത്തെ ഒന്ന് കേൾക്കണോ? ഗർഭിണികൾ നടത്തുന്ന 2 റക്അത്ത് നിസ്കാരം. ഗർഭിണിയായ പെണ്ണ് നടത്തുന്ന 2 റക്അത്ത് നിസ്കാരം ഗർഭിണിയല്ലാത്ത സ്ത്രീകൾ 80 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഗർഭിണിയല്ലാത്ത പെണ്ണ് 80 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെയാണ് ഗർഭിണിയായ പെണ്ണ് കേവലം 2 റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ. അള്ളാഹുവേ, എത്ര വലിയ നേട്ടമാണ് ഒരു പെണ്ണിന് അള്ളാഹു കൊടുക്കുന്നത്. ഗർഭിണിയാവുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നിങ്ങൾ ആ വേദന സമയത്ത് എനിക്ക് എത്ര പ്രതിഫലം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഭർത്താവ് മനസ്സിലാക്കണം. അള്ളാഹു നമുക്കൊക്കെ സ്വാലിഹായ മക്കളെ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.